കാണാത്തവർ പോയിട്ട് കണ്ടിട്ട് വരിക. ചെറിയൊരു വീഡിയോ ആയിരുന്നു, 4-5 മിനിറ്റ് ആയിട്ട് ഉണ്ടായിട്ട് എല്ലാവരും കണ്ടിട്ട് വരിക. ഇതിപ്പോ വർക്കിംഗ് എല്ലാം ഉണ്ട്, കാണിച്ചു തരാം. ഇത് സോംബി കാരണം ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗീസ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത് നിങ്ങൾ അമരൻ്റെ സൗണ്ടാണെന്ന് എനിക്കറിയാം. അമരൻ ഇൻട്രോ എടുക്കുന്ന സൗണ്ടാണ് ഗീസ്. ഇത് അമരനെ അറിയില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും അമരൻ അറിയുന്ന അമരൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീസ് നമ്മളിന്ന് ഇവിടെ ഒരു ബിൽഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നതാണ്. ഇത് മൈനിങ് ഏരിയ ആണ് ഗീസ്. ഇവിടെ ആയിട്ടാണ് ഗീസ് ഞാനൊരു ബിൽഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അവിടെ ആ മീറ്റായിട്ട് എന്തോ കറുപ്പ് കളർ, അത് എനിക്ക് മാത്രമാണ് തോന്നുന്നത് അല്ലെങ്കിൽ അമരനും തോന്നുന്നുണ്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പോൾ അമരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവനും കാണുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ഒരു ടോർച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടുത്തെ ഒരു ബിൽഡ് കൊണ്ടുവരാനാണ് ഗീസ്. നമുക്ക് ആ ഒരു ബിൽഡ് കൊണ്ടുവരാം. അപ്പോൾ ഗീസ് പണികളൊക്കെ അമരൻ ചെയ്യുമെന്ന് പറഞ്ഞു ഗീസ്. അപ്പോൾ ആ പണികളൊക്കെ അമരൻ ചെയ്യട്ടെ. കുറച്ച് എൻ്റെ പ്ലാനൊക്കെ എൻ്റെ ആണ് ഗീസ്. ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നുള്ള പ്ലാനൊക്കെ എൻ്റെയാണ്. കോൺട്രാക്ടറിന് പണിയെടുക്കുന്ന ബംഗാളി അവനാണ്, മറ്റേ മുതലാളി ഞാനാണ്. അവനോട് ഇരുന്ന് പണിയെടുക്കട്ടെ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗേസ്. ഞാൻ അമരൻ്റെ സൗണ്ട് എന്താ കേൾപ്പിക്കാതെന്ന് വെച്ചാൽ ഗേസ്, ഈ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഒച്ച കേൾക്കും, എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കും. അതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. നേരത്തെ തന്നെ ആ ഒരു ഇതിലുണ്ടായിട്ടുണ്ടാവില്ല. ചില ഇടയ്ക്ക് അത് കേൾക്കും ഗീസ്. ഫുള്ളായിട്ട് ഇപ്പോൾ അമരൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു ഒച്ച കേൾക്കും ഗീസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസൊക്കെ ആകുമ്പോൾ ആ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ അവൻ്റെ സൗണ്ട് അധികം കേൾപ്പിക്കാത്തത്. ആ ഒരു ഇൻട്രോയിൽ അവൻ്റെ സൗണ്ട് അങ്ങനെ ഉണ്ടായിട്ടാണ്, പക്ഷേ അല്ലാതെ അവൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കലുണ്ട് ഗീസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗീസ് ഞാൻ അമരൻ്റെ സൗണ്ട് കേൾപ്പിക്കാത്തത്. സൗണ്ട് കേൾപ്പിക്കാൻ വന്നാൽ പറ്റിയാൽ ഞാൻ കേൾപ്പിക്കാം മാക്സിമം അവൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഗീസ്. ഓക്കെ. അപ്പോൾ അമരനോട് പട്ടിപ്പണി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുക, ആ ബ്ലോക്ക് വെക്കടാ, നേരെ വെക്കടാ. അവനാണ് നേരെ വെക്കാൻ അറിയേണ്ട കേസ്. ഓക്കെ, എല്ലാം ഞാൻ വേണം കേസ്, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെറിയൊരു വീഡിയോ ആണ് കേസ്. ഓക്കെ, മൈനിങ് ഏരിയയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മുതലാളിയായിട്ട് എന്നെ കൊണ്ടാവാൻ പണിയെടുപ്പിക്കുന്നു കേസ്. അവിടെ ബ്ലോക്ക് വെച്ചു. എന്നാലും അത്യാവശ്യം പണിയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സ്ട്രിപ്പ് ചെയ്യാനൊക്കെ എന്നോട് പറയുന്നില്ലായിരുന്നു. എൻ്റെ ആക്സില്ല, എന്ത് ചെയ്യാൻ ഗൈസ്. അങ്ങനെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ കൊണ്ടുവരണ്ടേ. അവിടെ സ്വിച്ചൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ആക്കാൻ അത്ര പിടിയില്ലാത്തതുകൊണ്ട് എന്നെ മീത്ത വിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ആക്കി വെക്കുന്നത്. ഞാൻ പിന്നെ ഭയങ്കര പ്രോ പ്ലെയറെ കൊണ്ട് ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും സ്റ്റെയർ കേസ് വെച്ചിട്ട് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് താഴോട്ട് വന്നത്. അപ്പോൾ ഒരു സ്റ്റെയർ കേസ് അവൻ ചോദിച്ചിട്ടുണ്ട്, ഒരെണ്ണം അത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു കൊമ്പ് പോലെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഈ സ്റ്റെയർ കേസ് വെച്ച്. ഒരു കൊമ്പ് പോലെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ ഇങ്ങനെ വെച്ച് പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് തുള്ളിയിട്ട് ഇങ്ങനെ താഴോട്ട്. ഇപ്പോൾ ഇത് താഴെ നിന്ന് നോക്കാൻ കൊമ്പ് പോലെ ഉണ്ടാകും ഗീസ്. ഞാൻ ഇത് രണ്ട് സൈഡും വെച്ചിട്ട് കാണാം ഗീസ്. ഫൈനൽ ഗീസ് അതേപോലെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വട്ടം പോലെയല്ലോ ഉള്ളിൽ കാണാൻ. ആ രണ്ട് സൈഡും സ്റ്റെയർ കേസും പിന്നെ ആ ഒരു കൊമ്പ് പോലെ കാണാൻ കുറച്ച് കിടിലായിട്ടുണ്ട് ഗീസ്. ഇനി അതിൻ്റെ മുകളിൽ ആ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ടുള്ളൊരു വിഷ്വലാണ്. അമരൻ പറഞ്ഞത് പാങ്ങില്ലാന്ന്. അവിടെ ഒരു ട്രാപ്പ് ഡോറും കൂടി വെച്ചിട്ടുണ്ട്, അത് പാങ്ങില്ല. ഞാൻ അതിൻ്റെ മീത്ത അത് കയറി പൊട്ടിച്ച് കളയട്ടെ. ഈ സ്റ്റോണൊക്കെ വെച്ചത് അവനാണ്. അവൻ സ്മെൽറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റോണൊക്കെ വെച്ചത് അവനാണ്. ഈ ട്രാപ്പ് ഡോർ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചളയത്. ഈ ട്രാപ്പ് ഡോർ വെച്ചിട്ട് അവൻ പാങ്ങില്ല. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കളയാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി മീത്ത കുറച്ച് ബ്ലോക്ക് വെക്കണം. ഇവിടെയൊക്കെ കുറച്ച് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞു തോന്നുന്നു. അതിലൊക്കെ ബ്ലോക്ക് വെക്കുന്നുണ്ട് അവൻ. ഇനി എന്ത് പണിയുണ്ട്? ഇനി കയ്യിലുള്ള ട്രാപ്പ് ഡോർ ഇവിടെ വെക്കാൻ പറ്റുമോ? തുറന്നു വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ തുറന്നു വെക്കുന്ന വാങ്ങില്ല, പൂട്ടിയേക്കാം. തുറന്നു വെക്കുന്ന വാങ്ങില്ല. ഒരു സ്റ്റാഫിന് മൈനിങ് ഏരിയയിലോട്ടുള്ള ഒരു ഇതാണ് ഗീസ്. അപ്പോൾ ഗീസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു റീപ്ലേ മോഡ് കണ്ടിട്ട് വാ.